ഹായ് ഹലോ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് SSC RRB. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രൂപ്പ് ഡിയുടെ എക്സാം ബേസ് ചെയ്തിട്ടുള്ള ബയോളജി സംബന്ധിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇനി എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്ന് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കഴിഞ്ഞ ആഴ്ച ഗ്രൂപ്പ് ഡിയുടെ ഷിഫ്റ്റുകളിൽ നമ്മുടെ ബയോളജിയിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നും അപ്പോൾ അത് ബേസ് ചെയ്ത് ഇനി ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് എന്നും ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തേത്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടന്നാലോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റീപ്രൊഡ്യൂസസ് ബൈ ബൈനറി ഫിഷൻ? ബൈനറി ഫിഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. റോസ്, ലേഷ്മാനിയ, ലില്ലി, ബട്ടർഫ്ലൈ. ഏതാണ് നമ്മുടെ ഉത്തരം? നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി, ലേഷ്മാനിയ ആണ്. ഇതൊരു പ്രോട്ടോസോവിയൻ പാരസൈറ്റ് ആണെന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. എന്താണ്ടാ ഒരു പ്രോട്ടോസോവിയൻ പാരസൈറ്റ് ആണ്. ഓക്കെ, എന്താണ് ബൈനറി ഫിഷൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഒരു സെൽ ഡിവിഷൻ നടന്നിട്ട് 2 ഐഡന്റിക്കൽ ഡോട്ടർ സെൽസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് റിലീസ്ഡ് ഇൻ അനേറോബിക് റെസ്പിറേഷൻ ഇൻ ആനിമൽസ്? മൃഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യരിൽ എന്താണ് അനേറോബിക് റെസ്പിറേഷന്റെ ഫലമായിട്ട് ഈ തന്നിട്ടുള്ളവയിൽ നിന്നും എന്താണ് റിലീസ് ചെയ്യപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നോക്കിക്കേ. ലാക്റ്റിക് ആസിഡ്, ഗ്ലൂക്കോസ്, ഓക്സിജൻ, സുക്രോസ്. ഏതാണ് നമ്മുടെ ഉത്തരം? നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ലാക്റ്റിക് ആസിഡ് ആയിരിക്കണം അല്ലെ? അതായത് നമുക്ക് ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? ഓക്സിജന്റെ പ്രസൻസിൽ അല്ലാണ്ട് ഓക്സിജന്റെ കുറവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ലാക്റ്റിക് ആസിഡ് ആണ് കിട്ടുന്നത്. നമ്മൾ ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്യത്തില്ലേ? എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ സെൽസ് വീക്ക് ആവും. അപ്പൊ ഓക്സിജന്റെ അളവ് കുറയും. അങ്ങനെ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ലാക്റ്റിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നമുക്കൊരു ഫെറ്റീഗ്, ക്ഷീണം, തളർച്ചയൊക്കെ, ഒരു മസിൽ ക്രാംസ് ഒക്കെ നമുക്ക് ഉണ്ടാവത്തില്ലേ എക്സസൈസ് ഒക്കെ ഒരുപാട് ചെയ്യുമ്പോൾ? ഇതിന് കാരണം നമ്മുടെ ബോഡിയിൽ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഓക്സിജന്റെ അളവ് കുറയുകയും അങ്ങനെ ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് എൻവയോൺമെന്റൽ കണ്ടീഷൻ അഫക്ട്സ് ദ ജെൻഡർ ഓഫ് റെപ്റ്റൈൽ എഗ്സ്? നമുക്ക് കഴിഞ്ഞ ഷിഫ്റ്റിൽ വന്ന ചോദ്യമാണ്. നമുക്കപ്പോൾ ഇത് ചോദിക്കും, നമ്മൾ വിചാരിക്കും എന്താ ഇത് എന്ന് ചിന്തിക്കും. പക്ഷെ നമുക്ക് വന്ന ചോദ്യമാണ്, മനസ്സിലാക്കുക. താഴെ തന്നിട്ടുള്ള ഏത് എൻവയോൺമെന്റൽ കണ്ടീഷൻ ആണ് റെപ്റ്റൈൽ എഗ്സിലെ അവരുടെ ജെൻഡർ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിർണയിക്കാൻ കാരണമാകുന്ന ഒരു ഘടകം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ, വിൻഡ് സ്പീഡ്, വാട്ടർ, സ്മോഗ്. ഏതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ടെമ്പറേച്ചർ ആണ്. അതായത് ഒരു എഗ്ഗിന് എത്രത്തോളം ടെമ്പറേച്ചർ കിട്ടുന്നുണ്ടോ അത് ബേസ് ചെയ്തിട്ടാണ് പുറത്തു വരുന്ന റെപ്റ്റൈൽ കുഞ്ഞ് ബേബി ബോയ് ആണോ ബേബി ഗേൾ ആണോ എന്ന് എന്താണ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. കൺഫേം ചെയ്യാൻ പറ്റുന്നതല്ല, ആരാണോ പുറത്ത് വരുന്നത് അത് ബേസ് ചെയ്യുന്നത് ഈ ടെമ്പറേച്ചർ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ടർട്ടിലിനെ എടുക്കാം. ആരെ എടുക്കാം? ആമ. നമ്മുടെ ആമച്ചേട്ടന്റെ എങ്ങനെയാണ് വരുന്നത്? ആമ ചേട്ടനാണോ ചേച്ചിയാണോ എന്ന് നിർണ്ണയിക്കണേ എങ്ങനെയാണ്? ചേട്ടനാകണമെങ്കിൽ, അതായത് മാൻ ആകണമെങ്കിൽ അല്ലെങ്കിൽ മെയിൽ ആവണമെങ്കിൽ ടെമ്പറേച്ചർ അവർക്ക് കുറച്ചേ കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ വിരിഞ്ഞ മുട്ടയാണെങ്കിൽ അതിൽ നിന്നും പുറത്തു വരുന്നത് മെയിൽസ് ആയിരിക്കും. ആരായിരിക്കും? മെയിൽസ് ആയിരിക്കും. ഇനി ഒരുപാട് ടെമ്പറേച്ചർ, നല്ല ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിൽ വിരിയുന്ന എഗ്സ് ആണെങ്കിൽ അതിൽ നിന്നും വരുന്ന ടേർട്ടിൽസ് ഫീമെയിൽസ് ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്നൊക്കെ കൺസിഡറേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ് ഈസ് ദ ഹൈയസ്റ്റ്?
ഏറ്റവും കൂടുതൽ ശരീരത്തിൽ പെസ്റ്റിസൈഡ്സിന്റെ അളവ് കാണപ്പെടുന്നത് ഈ തന്നിട്ടുള്ളവയിൽ ഏതാണ് അല്ലെങ്കിൽ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യവും തൊട്ട് മുമ്പത്തെ ചോദ്യവും ഒരു ബന്ധമില്ലേ, നമ്മൾ ഇതൊക്കെ പഠിക്കണം, നമ്മൾ അറിയണോ എന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് വരും. പക്ഷെ പാടില്ല, ഇത് നമുക്ക് ചോദിച്ച ചോദ്യങ്ങളാണെന്ന് ഓർത്ത് നമ്മൾ അത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഗ്രാസ്, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ, ഏതാണ് നമ്മുടെ ഉത്തരം? നമ്മൾ ചിന്തിക്കും ഗ്രാസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് അടിക്കുന്നത്, അതുകൊണ്ട് എന്താണ് ഗ്രാസ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന്. ഒരിക്കലുമല്ല, തെറ്റിക്കരുത്. നമ്മുടെ ഉത്തരം ഈഗിളാണ്. ആരാണ്? ഈഗിളാണ്. എന്തുകൊണ്ടാണ് ഈഗിൾ വരുന്നത്? നമ്മൾ ഫുഡ് ചെയിൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് വെബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ എന്താണ്? ഗ്രാസിൽ തുടങ്ങി, ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ കഴിച്ചിട്ട്, ഗ്രാസ് ഹോപ്പറിനെ എന്താണ്? ഫ്രോഗ് കൺസ്യൂം ചെയ്യുന്നു, ഫ്രോഗിനെ സ്നേക്ക് കൺസ്യൂം ചെയ്യുന്നു, തുടർന്ന് സ്നേക്കിനെ ഈഗിൾ കൺസ്യൂം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രാസ് കൺസ്യൂം ചെയ്ത ഗ്രാസ് ഹോപ്പറിന് എന്താണ്? ഒരു നിശ്ചിത ടോക്സിസിറ്റി ശരീരത്തിൽ ഉണ്ടായി. ഈ ഗ്രാസിൽ നിന്നും ഗ്രാസ് ഹോപ്പറിൽ നിന്നും ഉണ്ടായ പെസ്റ്റിസൈഡ്സോട് കൂടിയാണ് ഈ ഗ്രാസ് ഹോപ്പറിനെ കൺസ്യൂം ചെയ്യുന്ന ഫ്രോഗിന് ഉണ്ടാകുന്നത്. ഇവര് മൂന്നുപേരെയും കൺസ്യൂം ചെയ്യുന്ന എന്താണ്? സ്നേക്കിനും പെസ്റ്റിസൈഡ്സിന്റെ അളവ് കൂടി വരികയാണ്. അപ്പോ ഈ ശൃംഖലയിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ടുള്ള നമ്മുടെ ഈഗിൾ കഴിക്കുമ്പോൾ ഇതിന്റെ ഒക്കെ ഉള്ളിൽ ഉണ്ടായിരുന്ന പെസ്റ്റിസൈഡ്സ് ആരിൽ എത്തുന്നു? ഈഗിളില് എത്തുന്നു. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ് കാണപ്പെടുന്ന ജീവി ഈ തന്നിരിക്കുന്നവയിൽ നിന്നും ഈഗിൾ ആണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഈഗിൾ ആണ് ഇവിടെ ടോപ്പ് പ്രിഡേറ്റർ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് അയാളിൽ കാണപ്പെടുന്നത്. ഈ ഓരോ ലെവല് കൂടുന്തോറും ടോക്സിസിറ്റി കൂടിയാണ് വരുന്നത്. ഈ രീതിയെ നമ്മൾ ബയോമാഗ്നിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ബയോമാഗ്നിഫിക്കേഷൻ. ഇത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്ത ഷിഫ്റ്റിൽ ഇങ്ങനെ ഒരു ചോദ്യമായിരിക്കും വരുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബയോമാഗ്നിഫിക്കേഷൻ, അല്ലെങ്കിൽ ബയോമാഗ്നിഫിക്കേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ തന്നിട്ട് ഇതിനെ എന്താണ് വിളിക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യാം, ചിലപ്പോൾ തുടർന്നുള്ള ഷിഫ്റ്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഓക്കെ ആണല്ലോ. Next question. Which of the following is an examples of natural ecosystem? സ്വാഭാവിക എക്കോസിസ്റ്റത്തിന് ഉദാഹരണം തന്നിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുക്കുക അല്ലെ? ഫോറസ്റ്റ്, ഹൈഡ്രോപോണിക്, ഫിഷ് ടാങ്ക്, ഗ്രീൻ ഹൗസ്. ഏതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, അത് നമ്മുടെ ഫോറസ്റ്റ് ആണ് അല്ലെ? ഫോറസ്റ്റിൽ എങ്ങനെയാണ് വരുന്നത്? എല്ലാം നാച്ചുറലി, സോയില്, ഓർഗാനിസംസ്, ആരെയും നമ്മൾ കൺട്രോൾ ചെയ്ത് വളർത്തുന്നതല്ല. ഇപ്പം പ്ലാന്റ്സ് ആയാലും അനിമൽസ് ആയാലും എന്ത് തന്നെ ഏതൊരു തരത്തിലുള്ള ഓർഗാനിസം ആയാലും അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ഹാബിറ്റാറ്റിൽ സ്വയം വളരുന്നവയാണ്. നമ്മളുടെ ഒരു കൈകടത്തൽ അതില് നടക്കുന്നില്ല. ഓക്കെ അല്ലേ? ഹൈഡ്രോപോണിക്സ് എന്ന് എന്താണ്? നമുക്ക് സസ്യങ്ങളെ ജലത്തിൽ വളർത്തുന്ന രീതി. ഫിഷ് ടാങ്കും എന്താണ്? നമ്മളെ ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഗ്രീൻ ഹൗസും എന്താണ്? നമ്മുടെ ഇന്റർഫിയറോട് കൂടി നടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ, ഫോറസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇൻസെക്ട്സ് ബിലോങ്സ് ടു ദി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസെക്ട്സ് ബിലോങ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈലം? തന്നിട്ടുള്ളവയിൽ നിന്നും ഏത് ഫൈലത്തിലാണ് നമ്മുടെ ഇൻസെക്ട്സ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ണും പൂട്ടി ഇതിന്റെ ഉത്തരം അറിയാം അല്ലെ? ആനലിഡിയ, ആർത്രോപോഡ, പ്രോട്ടിസ്റ്റ, നൺ ഓഫ് ദി എബോ. ഏതാണ്? ആർത്രോപോഡയിൽ വരുന്നതാണ് നമ്മുടെ ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അനലിഡയിൽ വരുന്നത് ആരാണ്? നമുക്കറിയാം അല്ലെ അതിന് ഉത്തരം. അതാണ് സെഗ്മെന്റഡ് വോംസ്. ആരാണ്? സെഗ്മെന്റഡ് വോംസിനെയാണ് അനലിഡയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രോട്ടിസ്റ്റയിലുള്ളത് ആരാണ്? സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ് ആണ്. ആരാണ്? സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. നമ്മുടെ പ്രോട്ടിസ്റ്റയില് കാണപ്പെടുന്നത് അമീബിയൊക്കെ പോലെയുള്ള ആൾക്കാർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ഫൈലം എത്രത്തോളം നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പൊ ഈ ഫൈലം ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് മനസ്സിലാക്കുക, പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
പേർസിയ അമേരിക്കാന ഈസ് കോമൺലി നോൺ as. ഈ തന്നിരിക്കുന്ന പേർസിയ അമേരിക്കാന എന്ന് പറയുന്നതിനെ സ്വാഭാവികമായി വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെഫെയിൻ, കോഫി, അമൈൻസ്, അവക്കാഡോ. ഏതാണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ ഡി ആയിരിക്കണം. അവക്കാഡോയുടെ പേരാണ് പേർസി അമേരിക്കാനോ. ഇതിന് ഇങ്ങനെ പേര് വരാൻ കാരണം നമ്മുടെ അവക്കാഡോയുടെ നേറ്റീവ് അമേരിക്ക ആയതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? കഫീൻ നമുക്കറിയാം അല്ലെ, കോഫിയിലെ ആളാണ്. കോഫി നോർമൽ കോഫി. അമൈൻസ് എന്താണ്? അമൈൻസ് എന്താണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. അമിനോ സംഭവങ്ങളിൽ നിന്നും, അമിനോ കാറ്റഗറീസ് അല്ലെങ്കിൽ അമിനോസിൽ നിന്നും ഡിറൈവ് എടുക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് എന്ത്? ഈ പറയുന്ന അമൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് അറിയാനുള്ളത്? വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഒരു ആളാണ് ഈ പറയുന്ന അവക്കാഡോ എന്ന് പറയുന്നത്. വൈറ്റമിൻ സി, ഇ, കെ, B6 ഒക്കെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ അവക്കാഡോയിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? 100 ഗ്രാം അവക്കാഡോയിൽ 160 കലോറീസ് ആണ് ഉള്ളത്. 100 ഗ്രാമിൽ എത്രയുണ്ടടാ? 160 കലോറീസോളം അവക്കാഡോയില് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. DNA ടെസ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ. ആരാണ് DNA ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്? ഓപ്ഷൻ എ വാട്സൺ ആൻഡ് ക്രിക്ക്, ഓപ്ഷൻ ബി അലക്സ് ജെഫ്രീസ്, സി ബോത്ത് എ ആൻഡ് ബി, ഡി റോബർട്ട് ഹൂക്ക്. ഇതിൽ നമ്മൾ ഏത് പറയും? നമുക്കറിയാലോ DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഒക്കെ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുള്ളതാണെന്നും പറഞ്ഞ് നമ്മൾ ഓടിപ്പോയി ഓപ്ഷൻ എ അങ്ങ് ടിക്കിട്ടിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടിക്കും. പക്ഷേ നമുക്ക് അവിടെ 1 മാർക്ക് നെഗറ്റീവ് പോവാനുള്ള ഒരു കാരണം ഉണ്ടായിരിക്കുകയാണ്. കാരണം വാട്സൺ ആൻഡ് ക്രീക്ക് കണ്ടുപിടിച്ചത് DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ്. അദ്ദേഹമല്ല എന്ത് ചെയ്തത്? അവര് രണ്ടുപേരും അല്ല ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. അലക്സ് ജെഫ്രി ആണ് എന്ത് ചെയ്തത്? DNA ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ ആണോ? അത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. നമുക്ക് തെറ്റിപ്പോകാൻ പാടില്ല. റോബർട്ട് ഹൂക്ക് എന്ത് ചെയ്തു? അദ്ദേഹമാണ് സെല്ല് കണ്ടുപിടിച്ച വ്യക്തി അല്ലെ? അദ്ദേഹമാണ് സെല്ല് കണ്ടുപിടിച്ച വ്യക്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് among the following statement is or are incorrect? ഇൻകറക്റ്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. സെൽ വാൾ ഈസ് പ്രസന്റ് ഇൻ ആനിമൽസ്. സെൽ മെംബ്രെയിൻ ഈസ് ഓൾസോ കോൾഡ് പ്ലാസ്മ മെംബ്രെയിൻ. Chromosomes is composed of DNA and protein. Mitochondria is the powerhouse of cell. ഇത് ഓരോ ചോദ്യങ്ങളായിട്ട് പല ഷിഫ്റ്റുകളിൽ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഷിഫ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുമിച്ചും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതും നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ചോദ്യമാണ്. ഇനിയത്തെ ഷിഫ്റ്റുകളിലും ഇതിന് ബേസ് ചെയ്ത് പല ചോദ്യങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇതോടെ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഉത്തരം അറിയാം അല്ലെ? സെൽ വാൾ ഈസ് പ്രസന്റ് ഇൻ ആനിമൽസ്. എന്താണ്? അത് തെറ്റാണ്. സെൽ വാൾസ് ആകെ കാണപ്പെടുന്നത് പ്ലാന്റ്സില്, ചില ഫംഗീസിലും ചില ബാക്ടീരിയാസിലുമാണ്. നെയിംലി അല്ലെങ്കിൽ മെയിൻലി പ്ലാന്റ്സിലാണ് സെൽ വാൾസ് കാണപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. സെൽ മെംബ്രെയിൻ നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ എന്നും തിരിച്ചും വിളിക്കാവുന്നതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദാറ്റ് രണ്ടാമത്തെ ആള് ശരിയാണ്. ക്രോമസോം ഈസ് കമ്പോസ്ഡ് ഓഫ് DNA ആൻഡ് പ്രോട്ടീൻ. അതും ശരിയാണ്. ക്രോമസോം DNAയും പ്രോട്ടീനും വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൈറ്റോകോൺട്രിയ ഈസ് ദി പവർ ഹൗസ് ഓഫ് സെൽ. അതും എന്താണ്? ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ ഇൻകറക്റ്റ് ഏത് മാത്രമാണ്? only one മാത്രമാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം നോക്കിയാലോ? നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഗ്രേ ഹെയർ ഈസ് കോസ്ഡ് ഡ്യൂ ടു. ഗ്രേ ഹെയറിന് കാരണമാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്
ഗ്രേ ഹെയർ ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞോളൂ. ലോ പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ, ഹൈ പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ, എക്സസ് പ്രോട്ടീൻ ഇൻ ഹെയർ സെൽസ്, നൺ ഓഫ് ദി എബോ. ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് നമ്മൾ പറയേണ്ടത്? ഗ്രേ ഹെയർ നമുക്ക് ഉണ്ടാകുന്നത് ലോ പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ ഇൻ അവർ ഹെയർ ഫോളിക്കിൾസ്, നമ്മുടെ ഹെയറിന്റെ ഫോളിക്കിൾസ്, ഇൻ ഹെയർ ഫോളിക്കിൾസ്, നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ എന്താണ് മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നമ്മുടെ മുടികൾ നരയ്ക്കുന്നത് എന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഈ മെലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ സ്കിൻ മെലാനിൻ കൂടുമ്പോ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പിഗ്മെന്റേഷൻ ഡാർക്കർ ആവും. മെലാസ്മ പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നതും ഈ മെലാനിന്റെ ഓവർ പ്രൊഡക്ഷൻ ആണ്. എക്സസ് പ്രോട്ടീൻ ഇൻ അവർ ഹെയർ സെൽസ്, അല്ലെ? ഹെയർ സെൽസിൽ എക്സസ് ആയിട്ട് പ്രോട്ടീൻ ഉണ്ടായാൽ അതാണ് ഫ്രിസിനസ് ഹെയറിന്, ഹെയർ ബ്രേക്കേജിന് ഒക്കെ കാരണമാകുന്നത് എക്സസ് പ്രോട്ടീൻ ഓഫ് ഇൻ അവർ ഹെയർ സെൽസ് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Elephantiasis is also known as lymphatic filariasis. It is caused by a parasitic worm and can spread from person to person through. ആരാണ് ഈ പറയുന്ന രോഗത്തെ പടർത്തുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? നമുക്ക് ഈ ചോദ്യത്തിൽ നിന്നും മറ്റൊരു 100 ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നും പഠിക്കാം. എലിഫന്റിയാസിന്റെ മറ്റൊരു പേരാണ് എന്ത്? ലിംഫാറ്റിക് ഫിലാരിയാസിസ്. ലിംഫാറ്റിക് ഫിലാരിയാസിസ് ഈസ് ഓൾസോ നോൺ ആസ് എന്നൊരു ചോദ്യം വരാം അന്നൂടെ. അപ്പൊ നമ്മൾ എന്ത് പറയണം? അത് എലിഫന്റിയാസിസ് ആണെന്ന് പറയണം. നെക്സ്റ്റ് നോക്കൂ, ഒരു ചോദ്യം. ലിംഫാറ്റിക് ഫിലാരിയാസിസ് ഈസ് കോസ്ഡ് ബൈ ആരാ കോസിങ് ഏജന്റ് അല്ലെങ്കിൽ കാരണം? ഏജന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതല്ല, കോസ് ചെയ്യുന്നത് പാരസൈറ്റിക് വേംസ് ആണ്. എന്താണ്? പാരസൈറ്റിക് വേംസ് ആണ് കോസ് ചെയ്യുന്നത്. ഏതൊക്കെ വേംസ് ആണെന്നും നമുക്ക് ഇതിന്റെ കൂടെ പഠിച്ചു പോകാം. ഒന്ന് ബ്രുഗയ്യ മലായി, ഒന്ന് ബ്രുഗയ്യ ടിമോരി. ഇത് രണ്ടും എന്താണ്? പാരസൈറ്റിക് വേംസ് ആണ്. ഇവരെന്ത് ചെയ്യുന്നു? കോസ് ചെയ്യുന്നു. ഇനി സ്പ്രെഡ് ചെയ്യുന്നത്, ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് ഇത് പടർത്തുന്നത് ആരാണ് എന്ന് നമുക്ക് അറിയണം. അതാരാണ്? അത് ബീസ്, കാറ്റിൽസ്, മോസ്കിറ്റോ, ഏവ്സ്. ഏവ്സ് എന്ന് വെച്ചാൽ എന്താണ്? ബേർഡ്സ് എന്നാണ് അല്ലെ അർത്ഥം. നമുക്കത് അറിയാം. ഓക്കെ, ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. മോസ്കിറ്റോസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ രോഗം പടർത്തുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് ബൈറ്റ് ചെയ്യുമ്പോൾ ഈ ബൈറ്റ് ത്രൂ എന്ത് ചെയ്യുന്നു? ഈ വർംസ് നമ്മുടെ ലിംഫാറ്റിക് സെൽസിൽ എത്തുകയും എന്ത് ചെയ്യുന്നു? അവിടെ സ്വെല്ലൻ ആകുകയും ചെയ്യുന്നു. ഇത് സ്വെല്ല് ചെയ്ത് വരാൻ തന്നെ ഈ വർം അവിടെ അകത്ത് ചെന്ന് അഡൽട്ട് സ്റ്റേജ് എത്തിയാൽ മാത്രമേ ഇത് സ്വെല്ല് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ മറ്റ് സിംറ്റംസ് നമ്മളിൽ കാണിച്ചു തുടങ്ങത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഡിഫൻസ് സിസ്റ്റത്തെ ഇത് ബാധിക്കുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയൊക്കെ ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which part of the human eye is responsible for the conversion of light into electrical impulses? നമ്മുടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്നും കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? നമ്മുടെ കണ്ണിന്റെ ഏത് ഭാഗമാണ് നമ്മുടെ ലൈറ്റിനെ ഇലക്ട്രിക് ഇമ്പൾസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റെറ്റിന, ഓപ്ഷൻ ബി ഐറിസ്, ഓപ്ഷൻ സി കോർണിയ, ഓപ്ഷൻ ഡി പ്യൂപ്പിൾ. ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ എ ആണ്. റെറ്റിനയാണ് ലൈറ്റ്സിനെ ഇലക്ട്രിക് ഇമ്പൾസസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ റെറ്റിനയിലാണ് ആരുള്ളത്? ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ളത്, അല്ലെ? ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ളത് എവിടെയാണെന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ റെറ്റിനയിലാണ്. എന്താണ്? നമുക്കറിയാം അല്ലെ? റോഡ് സെൽസും കോൺ സെൽസും അത് കാണപ്പെടുന്നത് നമ്മുടെ റെറ്റിനയിലാണ്. അപ്പൊ ഈ സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമല്ലോ, എങ്കിലല്ലേ ഇലക്ട്രിക് എല്ലാം സിഗ്നൽസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏത് നെർവാണ്? വേഗം പറഞ്ഞേ.
അത് നമ്മുടെ ഒപ്റ്റിക് നെർവ് ആണ് അല്ലെ. ഒപ്റ്റിക് നെർവ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലേക്ക്. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. നെഫ്രൈറ്റിസ് ഈസ് എ മെഡിക്കൽ കണ്ടീഷൻ ദാറ്റ് അഫക്ട്സ് ദി ഡാഷ്. ആരെയാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ബാധിക്കുന്നത്? ആരെയാണ്? ഇത് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇപ്പൊ എക്സാം തുടങ്ങിയത് കഴിഞ്ഞ മാസമാണെങ്കിൽ അന്ന് തൊട്ടേ പല ഷിഫ്റ്റുകളിലും പല രീതിയിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അത് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കൂ, ഓപ്ഷൻ എ ലിവർ, ഓപ്ഷൻ ബി കിഡ്നി, ഓപ്ഷൻ സി സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഓപ്ഷൻ ഡി ഹേർട്ട്. ഏതാണ് നമ്മുടെ ആൻസർ? ഏതാണ്? കിഡ്നി ആണല്ലേ. നമ്മുടെ കിഡ്നിയാണ്. കിഡ്നിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷന്റെ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ നെഫ്രോൺസിനെ, ഫിൽട്ടറിംഗ് യൂണിറ്റ്സ് അല്ലെ, നമ്മുടെ കിഡ്നിയിലെ ഫിൽട്ടറിംഗ് യൂണിറ്റ്സ് എന്നറിയപ്പെടുന്ന നെഫ്രോൺസിനെ ബാധിക്കുന്നതും ആരാണ്? ഈ പറയുന്ന നെഫ്രൈറ്റിസ് ആണ്. നമുക്ക് വേഗം ഒന്ന് ബാക്കിയുള്ളവർ നോക്കിയാലോ. ആരെയാണ് ലിവറിനെ ബാധിക്കുന്നതിനെ പറയുന്ന കണ്ടീഷൻ? അത് ഹെപ്പറ്റൈറ്റിസ് ആണ് അല്ലെ. ഹെപ്പറ്റൈറ്റിസ് ആണ് ലിവറിനെ ബാധിക്കുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന 2 ഡിസീസ് ആണ്. ഒന്ന് ക്രോൺസ് ഡിസീസും മറ്റൊന്ന് സീലിയാക് ഡിസീസും. ഏതൊക്കെയാണ്? ഒന്ന് ക്രോൺസ് ഡിസീസും ഒന്ന് സീലിയാക് ഡിസീസും. ഇത് രണ്ടും നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിന് വരുന്ന രോഗങ്ങളാണ്. ഹാർട്ടിന് ആരൊക്കെയാണ്? ഒന്നുകിൽ മയോകാർഡൈറ്റിസ് അല്ലെങ്കിൽ കാർഡിയോമയോപ്പതി എന്ന് അറിയപ്പെടുന്നതാണ് നമ്മുടെ ഹാർട്ടിനെ ബാധിക്കുന്ന കണ്ടീഷൻസ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നീ ജോയിന്റീസ്, നമ്മുടെ നീ ജോയിന്റ് ഈ തന്നിട്ടുള്ളവയിൽ ഉള്ളതിൽ ആരാണ് എന്നാ ചോദിക്കുന്നത്. ഹിഞ്ച് ജോയിന്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, പിവറ്റ് ജോയിന്റ്, ഗ്ലൈഡിംഗ് ജോയിന്റ്. ആരാണ് നീ ജോയിന്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലെ. നീ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഹിഞ്ച് ജോയിന്റ് ആണ്. ഹിഞ്ചിന്റെ മലയാളത്തിൽ എന്താ പറയാ? വിജാഗിരി എന്ന് പറയും. നമ്മുടെ കതവിലൊക്കെ തുറക്കാനും അടയ്ക്കാനും വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അല്ലെ ഹിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ നീ ജോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കൂ, ഫ്ലെക്സിബിൾ ആയിട്ട് കതവ് തുറക്കും പോലെ അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹിഞ്ച് ജോയിന്റ് എന്ന് നീ ജോയിന്റിനെ അറിയപ്പെടുന്നത്. വേറെ നോക്കിക്കേ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അല്ലെ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എവിടെയാണ് കാണപ്പെടുന്നത്? അത് ഒന്നുകിൽ ഹിപ്പ് ജോയിന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഷോൾഡർ ആയിരിക്കും. ഹിപ്പിൽ അല്ലെങ്കിൽ ഷോൾഡറിൽ കാണപ്പെടുന്ന ജോയിന്റ് ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇനി എൽബോയിൽ മാത്രമാണോ നമ്മുടെ ഹിഞ്ച് ജോയിന്റ് കാണപ്പെടുന്നത്? നമ്മുടെ ഫിംഗേഴ്സ് ടിപ്സിലും ജോയിന്റിലും മുട്ടിലും എൽബോയിലും ഒക്കെ കാണപ്പെടുന്നതാണ് ഹിഞ്ച് ജോയിന്റ്. തുടർന്ന് പിവറ്റ് എവിടെയാണ് വരുന്നത്? പിവറ്റ് നമ്മുടെ നെക്കില് റേഡിയോ കോളാർ ജോയിന്റിലൊക്കെ കാണപ്പെടുന്നതാണ് എന്ത്? പിവറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. ഗ്ലൈഡിംഗ് ജോയിന്റ് എന്താണ്? സ്ലൈഡ് ചെയ്ത് മൂവ്മെന്റ് നടത്തുന്ന ആൾക്കാരാണ് അല്ലെ ഗ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറയുന്നത്. അതെവിടേക്കാണ്? നമ്മുടെ റിസ്റ്റിലും ആംഗിളിലും ഒക്കെ കാണപ്പെടുന്നതാണ് ഇത്തരം ഗ്ലൈഡിംഗ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ലിവർ? ലിവറിനെ സംബന്ധിച്ച് തന്നിട്ടുള്ളവയിൽ നിന്നും ഏത് പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്? ഓക്കെ, നോട്ട് കറക്റ്റ്, ഇൻകറക്റ്റ് പോലെ നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി അപ്പർ പാർട്ട് ഓഫ് ദി അബ്ഡോമൻ ഓഫ് ദ ലെഫ്റ്റ് സൈഡ്. തെറ്റല്ലേ? തെറ്റാണ്. ഇറ്റ് സെക്രീറ്റ്സ് ബൈൽ ജ്യൂസ്. ശരിയാണോ? ശരിയാണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ആണ്. ആണോ? ആണ്. ഇറ്റ് ഈസ് എ റെഡിഷ് ബ്രൗൺ ഗ്ലാൻഡ്. നിറം എന്താണ്? റെഡിഷ് ബ്രൗൺ അല്ലേ. അപ്പോ അതും ശരിയാണ്. സോ ദാറ്റ് ഏതാണ് തെറ്റ്? ഇവിടെയും ഓപ്ഷൻ എ ആണ് തെറ്റ്. 1 മാത്രമാണ് തെറ്റായിട്ട് ഉള്ളത്. ഓക്കെ, എവിടെയാണ് അപ്പോൾ നമ്മുടെ ലിവറിന്റെ പൊസിഷൻ? അപ്പർ റൈറ്റ് സൈഡിലാണ് അല്ലെ. അപ്പർ റൈറ്റ് സൈഡ് ഓഫ് അബ്ഡോമൻ. നമ്മുടെ അബ്ഡോമന്റെ അപ്പർ റൈറ്റ് വലത് ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ലിവർ സ്ഥിതി ചെയ്യുന്നത് ജസ്റ്റ് ബിലോ ഡയഫ്രം. നമ്മുടെ ഡയഫ്രത്തിന്റെ തൊട്ട് താഴെയുമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ,
Next question. Due to the deficiency of which mineral does the glands in the neck appear swollen? നമ്മുടെ തൊണ്ടയില് ഏത് മിനറലിന്റെ അഭാവം കാരണമാണ് വീക്കം വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാം അല്ലെ? അയഡിൻ, കാൽഷ്യം, അയൺ, സിങ്ക്. ആരാണ്? അയഡിൻ ആണ് അല്ലെ? അയഡിന്റെ അഭാവം കൊണ്ടാണ് നമ്മുടെ തൈറോയിഡ് അല്ലെങ്കിൽ ഗ്ലാൻഡ് സ്വെല്ലിന്, ഗോയിറ്റർ, തൈറോയിഡ് പോലുള്ള നമുക്ക് രോഗങ്ങൾ വരാൻ കാരണമാകുന്നത് അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം ആണെന്ന് മനസ്സിലാക്കുക. തൈറോക്സിൻ പോലെയുള്ള എന്താണ് ഇത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരുടെ സഹായം വേണം? ഏത് മിനറലിന്റെ സഹായം വേണം? അയഡിന്റെ സഹായം വേണം. ഇതെന്തിനാ ഇങ്ങനെ സ്വെല്ല് ചെയ്യണേന്ന് അറിയാമോ? ഇറ്റ് ഈസ് സ്വെല്ലൻ ഡ്യൂ ടു അയഡിനെ നമ്മുടെ ബ്ലഡിൽ എന്തുണ്ട്? ബ്ലഡ് സ്ട്രീമില് അയഡിന്റെ അളവുണ്ട്. അപ്പൊ ഇത് സ്വെല്ല് ചെയ്യണ എന്താന്ന് വെച്ചാല് ഈ ബ്ലഡ് സ്ട്രീമിലുള്ള അയഡിൻ കണ്ടന്റ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്വെല്ലിംഗ് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. വൂണ്ട് ഹീലിങ്ങിനൊക്കെ സഹായിക്കുന്ന മിനറൽ ആണ് സിങ്ക് എന്ന് പറയുന്നത്. അയൺ കുറഞ്ഞാൽ എന്താ പറ്റുക? അനീമിയ വരും. കാൽഷ്യം ഡെഫിഷ്യൻസി എന്നാൽ നമുക്ക് എല്ലുകൾക്കും പല്ലിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഈസ് എ ന്യൂട്രീഷണൽ ഡിസോർഡർ caused by vitamin B3 deficiency leading to clinical manifestation from the skin, gastrointestinal tract and nervous system? നോക്കൂ, ഇവിടെ ഏതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്? നമ്മുടെ വൈറ്റമിൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അല്ലെ? വൈറ്റമിൻസ് ഇല്ലാത്ത ഒരു പരീക്ഷയും നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് നടക്കാൻ പോകുന്നില്ല അല്ലെ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോ ബയോളജിയിൽ ഈ വൈറ്റമിൻസിന്റെ ഇമ്പോർട്ടൻസ് ബേസ് ചെയ്ത് നമുക്ക് കെമിക്കൽ നെയിംസ് പഠിക്കാനുള്ള ട്രിക്ക് ഒക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ട് അല്ലെ? അപ്പോ അത് ബേസ് ചെയ്ത് അത് കുറച്ച് കണ്ടിട്ടുള്ളവർക്ക് ഇതിന് ഉത്തരവും പെട്ടെന്ന് പറയാൻ പറ്റും അല്ലെ? നോക്കൂ, ഏത് വൈറ്റമിന്റെ അഭാവം കാരണമാണ് നമ്മുടെ സ്കിന്നിനും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിനും നെർവസ് സിസ്റ്റത്തിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും നമുക്ക് അറിഞ്ഞുകൂടാമെങ്കിൽ പോലും വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണെന്ന് അറിയാമെങ്കിൽ ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഏതാണ്? സ്കർവി, സെറോഫ്താൽമിയ, പെല്ലഗ്ര, ടോക്കോഫെറോൾ. ഓക്കെ, ഏതാണ് നമ്മുടെ ഉത്തരം? 3D ഡിസീസ് എന്നറിയപ്പെടുന്ന പെല്ലഗ്ര. ഞാൻ പറഞ്ഞു B3യിലുള്ള 3 എടുത്ത് 3D ഇട്ട് കൊടുത്താൽ പെല്ലഗ്ര ആവും. പെല്ലഗ്രയിലുള്ള 3D ഡിസീസ് ഏതൊക്കെയാണ്? ഒന്ന് ഡിമെൻഷ്യ, ഒന്ന് ഡെർമറ്റൈറ്റിസ്, മറ്റൊന്ന് ഡയേറിയ. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിടുകയാണെങ്കിൽ നമുക്ക് 4ാമത്തെ D ഉണ്ടാകും, വിച്ച് ഈസ് ഡെത്ത് അല്ലെ? ഓക്കെ, നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ 3D മാറി 4D ആവും. 4ാമത്തെ D ഏതാണ്? വിച്ച് ഈസ് ഡെത്ത്. അപ്പൊ പെല്ലഗ്രയാണ് വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, 3 ഇങ്ങനെ എഴുതുന്നത് അപ്പൊ തിരിച്ചിട്ടാൽ എന്താവും എന്ന് പറഞ്ഞു? നായാകുമെന്ന് പറഞ്ഞു. വൈറ്റമിൻ B3യുടെ കെമിക്കൽ നെയിം എന്തായിരുന്നു? അത് നിയാസിൻ ആണ്. ഓക്കെ, നിയാസിൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോസറ്റീവ് ഏജന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്പ്രെഡിങ് എയ്ഡ്സ്? എയ്ഡ്സ് പരത്തുന്നതിന് കാരണമാകുന്ന കോസറ്റീവ് ഏജന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ പരീക്ഷയ്ക്ക് വരുന്നതുമാണ്. എന്താണ്? ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ. ഏതാണ് നമ്മുടെ ഉത്തരം? നമ്മുടെ ഉത്തരം വൈറസ് ആണ്. എന്താണെടാ എയ്ഡ്സിന്റെ ഫുൾ ഫോം? അത് നമ്മൾ അറിയണം അല്ലെ? ഒരു ചോദ്യത്തിന് വന്നതാണ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എന്ത് നമ്മുടെ എയ്ഡ്സിന്റെ ഫുൾ ഫോം. ആരാണ് കോസറ്റീവ് ഏജന്റ്? വൈറസ് എന്ന് പറഞ്ഞു. ഏതാണ് ആ വൈറസ്? അത് HIV വൈറസ് ആണ് അല്ലെ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് കോസറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത്. നമുക്കിത് സെക്ഷുവലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു രോഗമാണെന്നും അമ്മയിൽ നിന്നും കുഞ്ഞിനും വരാമെന്നും മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? തുടർന്നുള്ള ചോദ്യങ്ങളിൽ ചിലപ്പോൾ അതിന് ഏതെങ്കിലും ആയിരിക്കും ചോദ്യമായി വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒറിജിൻ ഓഫ് സ്പീഷീസ് ഈസ് എ ബുക്ക് റിട്ടൺ ബൈ. ഇതിൽ പറയുന്നത് തന്നിട്ടുള്ളവയിൽ നിന്നും ആരെഴുതിയ പുസ്തകമാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആരെഴുതിയതാണ്?
മെന്റൽ, ഡാർവിൻ, കോളിനസ്, അരിസ്റ്റോട്ടിൽ. ആരുടെ പുസ്തകമാണ്? ഡാർവിന്റെ പുസ്തകമാണ് അല്ലെ. ഓക്കെ, ചാൾസ് ഡാർവിന്റെ പുസ്തകമാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിലാണ് ഇദ്ദേഹം തിയറി ഓഫ് ഇവല്യൂഷൻ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലെ. മെന്റൽ എഴുതിയത്, ഗ്രിഗർ മെന്റൽ എഴുതിയ ബുക്കിലാണ് എന്ത് ചെയ്തത്? എക്സ്പെരിമെന്റ് ഓൺ പ്ലാന്റ് ഹൈബർനേഷൻ എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, പീ പ്ലാന്റ് ഇതൊക്കെ ചെയ്തത് അദ്ദേഹം അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം ഏതായിരുന്നു? എക്സ്പെരിമെന്റ് ഓൺ പ്ലാന്റ് ഹൈബർനേഷൻ. ഓക്കെ ആണോ? ഇനി കോളിനസിന്റെ പുസ്തകം ഏതായിരുന്നു? സിസ്റ്റം നാച്ചുറേ. നമുക്കറിയാം സിസ്റ്റം നാച്ചുറയിലാണ് അദ്ദേഹം ടാക്സോണമി ഒക്കെ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ടാക്സോണമിയുടെ പിതാവ് ആരാണ്? അത് കോളിനസ് ആണ് അല്ലെ. അതൊക്കെ ഓക്കെ അല്ലേ. അരിസ്റ്റോട്ടിലിന്റെ പുസ്തകമാണ് ഹിസ്റ്റോറിയ അനിമേലിയം എന്നത്. ഓക്കെ, അനിമേലിയം, ഹിസ്റ്റോറിയ അനിമേലിയം എന്നതുള്ളതാണ് ആരുടെ പുസ്തകം? നമ്മുടെ അരിസ്റ്റോട്ടിലിന്റെ പുസ്തകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കോളം എ കോളം ബിയു ആയിട്ട് എന്ത് ചെയ്യുക? മാച്ച് ചെയ്യിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ളതാണിത്. എന്താണ്? വൈറ്റമിൻ എ ആർക്കാണ്? കണ്ണേയാണ്. അപ്പൊ കണ്ണിലാണ് റെറ്റിന ഉള്ളത്. സോ ദാറ്റ് വൈറ്റമിൻ എ ഏതാണ്? റെറ്റിനോൾ വരണം. B12 ഏതാണ്? അത് സയാനോ കൊബാലമിൻ ആണ്. നമ്മൾ 12th സ്റ്റാൻഡേർഡിലാണ് സൈനിന് വേണ്ടി ഓടുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ അങ്ങനെ ബേസ് ചെയ്ത് എന്ത് വരും? സയാനോ കൊബാലമിൻ എന്ന് വരും. അസ്കോർബിക് ആസിഡ് സി അല്ലെ. സി ഇതാ ഇവിടത്തെ സി, പിന്നെ സ്കർവി അവരുടെ ഡിസീസിലെ സി. അപ്പൊ ഇത് മൂന്നും ബേസ് ചെയ്ത് വൈറ്റമിൻ സി ഏതാണ്? അസ്കോർബിക് ആസിഡ്. കാൽഷ്യം ബേസ് ചെയ്താണ് നമ്മൾ കാൽസിഫെറോൾ പഠിച്ചത്. എർഗോയിൽ കൂടെ കണ്ടു എന്ന് പറഞ്ഞത് എനിക്ക് കേട്ടിട്ടില്ല എന്ന് പറയരുത്. കാൽസിഫെറോൾ തന്നെയാണ് എർഗോ കാൽസിഫെറോൾ. സൺലൈറ്റ് എന്നൊക്കെ ലഭിക്കുന്നത് അല്ലെ. അപ്പൊ അതേതാണ്? വൈറ്റമിൻ ഡി. ഓക്കെ ആണല്ലോ. ഹോപ്പ് ഇറ്റ്സ് ഫൈൻ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ്? പല്ലിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഇതും എപ്പോഴും നമ്മുടെ ചോദ്യങ്ങളിൽ കാണപ്പെടുന്നതാണ്. വിച്ച് ടൈപ്പ് ഓഫ് ഹ്യൂമൻ ടീത്ത് ആർ പ്രൈമർലി യൂസ്ഡ് ഫോർ ടിയറിംഗ് ഫുഡ്? ഫുഡിനെ ടിയർ ചെയ്യാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഇൻസിസേഴ്സ്, കെനൈൻസ്, പ്രീമോളാർ, മോളാർ. ആരാണ് ടിയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്? അത് കെനൈൻ ആണ്. ഇൻസിസേഴ്സ് എന്തിനു സഹായിക്കുന്നു? കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇൻസിസേഴ്സ് നമ്മളെ സഹായിക്കുന്നത്. പ്രീമോളാർ എന്ത് ചെയ്യുന്നു? ക്രഷിങ്ങിന് വേണ്ടി സഹായിക്കുന്നു. മോളാർസ് എന്ത് ചെയ്യുന്നു? ഗ്രൈൻഡിങ്ങിന് വേണ്ടി സഹായിക്കുന്നു. നമ്മുടെ മിൽക്ക് ടീത്ത്, കുട്ടികളിൽ ഉണ്ടാകുന്ന മിൽക്ക് ടീത്തുകളുടെ എണ്ണം എത്രയാണ്? അത് 20 എണ്ണമാണെന്ന് മനസ്സിലാക്കണം. എത്രയാണ്? 20 മിൽക്ക് ടീത്ത് ആണ് കുട്ടികൾക്കുള്ളത്. വലുതാകുമ്പോൾ അഡൽറ്റിന് 32 പല്ലുകളാണ് ഉണ്ടായിരിക്കുന്നത്. അറേഞ്ച്മെന്റും പഠിക്കണം. മുകളിൽ 10 താഴെ 10 എന്നുള്ള രീതിയിലാണ് കുട്ടികൾക്ക് വരുന്നത്. വലിയ ആൾക്കാർക്ക് 16 എന്ന രീതിയിലും വരുന്നു. എത്ര കെനൈൻസ് ഉണ്ട് നമുക്ക്? 4 കെനൈൻസ് ആണുള്ളത്. ഇനി ഇൻസിസേഴ്സും പ്രീമോളാർസും എത്ര ഉണ്ട്? 8 വീതമുണ്ട്. മോളാർ എത്രയുണ്ട്? 12 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന 12 മോളാർസിലാണ് നമ്മുടെ വിസ്ഡം ടീത്തും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ 4 വിസ്ഡം ടീത്ത് ആണ് നമുക്കുള്ളത്. അത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? മോളാർസിലാണെന്ന് ഓർത്ത് വെക്കണം. ഓക്കെ ആണല്ലോ. ഇനി കുട്ടികളിൽ ഇല്ലാത്തത് ഈ 4-ൽ ഏതാണ്? കുട്ടികളില് ഒരാള് കാണൂല, അതാരാണെന്ന് ആലോചിക്കുക. അത് പ്രീമോളാർസ് ആണ്. പ്രീമോളാർസ് കുട്ടികളിൽ ഇല്ല. ഓക്കെ, അത് മുതിർന്ന വ്യക്തികളിൽ മാത്രമേ പ്രീമോളാർസ് ക്രഷിങ്ങിനായിട്ട് വരുന്നുള്ളൂ എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ കോക്രോച്ചസ്? പാറ്റകളിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി ഓർഗൻസിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെഫ്രീഡിയ, മാൽഫീജിയൻ ട്യൂബ്യൂൾസ്, കിഡ്നി, ഫ്ലെയിം സെൽസ്. ഏതാണ്? നമുക്കറിയാം പാറ്റകളിൽ കാണപ്പെടുന്നത് മാൽഫീജിയൻ ട്യൂബ്യൂൾസിലാണ്. നെഫ്രീഡിയ കാണപ്പെടുന്നത് ആരിലാണ്? എർത്ത് വേം. ആരിലാണ്ട്രാ? എർത്ത് വേമിലാണ് നെഫ്രീഡിയ
കാണപ്പെടുന്നത് എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട്. നമ്മുടെ വെർട്ടിബ്രേറ്റ്സിൽ ഉണ്ടായിരിക്കുന്നതാണ് കിഡ്നി എന്ന് പറയുന്നത്. ഫ്ലെയിം സെൽസ് എന്താണ്? ഫ്ലാറ്റ് വോംസിനാണ് ഫ്ലെയിം സെൽസ് വരുന്നത് എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് നെയിം വാസ് അസൈൻഡ് ടു ദ വേൾഡ്സ് ഫസ്റ്റ് ക്ലോൺ ഓഫ് ആൻ അഡൽട്ട് ഷീപ്പ് ബൈ ദി ബ്രിട്ടീഷ് സയന്റിസ്റ്റ്? നമ്മുടെ ലോകത്തെ ആദ്യത്തെ ക്ലോൺ ചെയ്തുണ്ടാക്കപ്പെട്ട അഡൽട്ട് ഷീപ്പിന്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ജോളി, ഡോളി, മോളി, ടോളി. ഏതാണ്? നമുക്കറിയാം അല്ലെ, ഓപ്ഷൻ ബി ആണ് ഡോളി. ഓക്കെ, ഡോളിയാണ് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ അഡൽട്ട് ഷീപ്പ്. അത് ഏകദേശം 6.5 വർഷം ജീവിച്ചിരുന്നു. ഈ ഡോളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമോ? അത് 5th ജൂലൈ 1996 ജനിച്ച് ഏകദേശം 1 വർഷമൊക്കെ കഴിഞ്ഞ് ഇതിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പ്രൂവ് ആയതിനു ശേഷമാണ് ഈ സയന്റിസ്റ്റ് 1997 ഇങ്ങനെ ഒരു സംഭവം നമ്മളെ അറിയിക്കുന്നത്. ഓക്കെ ആണോ? ഒരു ഡോളി പാർട്ടൺ ഉണ്ടായിരുന്നു. ഓക്കെ, ഡോളി പാർട്ടൺ, അവരിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഫസ്റ്റ് ക്ലോൺഡ് ഷീപ്പിന് എന്ത് ചെയ്തത്? ഡോളി എന്ന് പേരിട്ടത്. ഈ വ്യക്തി ഒരു സിംഗർ ആയിരുന്നു എന്നും നമ്മൾ ഓർക്കണം. ചിലപ്പോൾ നമുക്ക് അടുത്ത ഷിഫ്റ്റിന് നമുക്ക് വരുന്ന ചോദ്യം എന്തായിരിക്കാം? ഈ ഡോളി എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലോൺഡ് ആനിമൽ ആണ്, അത് ഏത് ആനിമൽ ആണെന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഷീപ്പ് എന്ന് പറയണം. ഈ ഡോളി പാർട്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവരെ ഓർമ്മയ്ക്കാണ് എന്ത് ചെയ്തത്? ഈ പേരിട്ടതെന്ന് പറയും. അവർക്ക് അവരുടെ പ്രൊഫഷൻ എന്തായിരുന്നു എന്ന് നമ്മളോട് ചോദിക്കാം. അതപ്പോ എന്താ പറയണം? അത് സിംഗർ ആണെന്ന് പറയണം. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ഓക്കെ, യെല്ലോ റെവല്യൂഷൻ ഇൻ ഇന്ത്യ ഈസ് റിലേറ്റഡ് ടു. നമ്മുടെ യെല്ലോ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, സൺഫ്ലവേഴ്സ്, ഓയിൽ സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഡയറി. ഏത് പ്രോഡക്റ്റ് ആണ്? സൺഫ്ലവർ അല്ല. സൺഫ്ലവർ നല്ല യെല്ലോ അല്ലേ, അപ്പൊ നമുക്ക് സൺഫ്ലവർ പറയാമെന്ന് തോന്നും. പക്ഷെ അല്ല, സൺഫ്ലവർ അല്ല, മറിച്ച് ആരാണ്? ഓയിൽ സീഡ്സിനെയാണ്. ഓയിൽ സീഡ്സിന്റെ റെവല്യൂഷനെയാണ് നമ്മൾ യെല്ലോ റെവല്യൂഷൻ എന്ന് ഓർക്കുന്നത്. എണ്ണയില്ലേ, സൺഫ്ലവേഴ്സ് നമ്മൾ ഓയിൽ എടുക്കും എന്ന് ആലോചിക്കാം, പക്ഷെ സൺഫ്ലവേഴ്സ് അല്ല നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ഫെർട്ടിലൈസേഴ്സിന്റെ റെവല്യൂഷനെ നമ്മൾ ഗ്രേ റെവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ഗ്രേ റെവല്യൂഷൻ ആണ് എന്ത്? ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഡയറി പ്രോഡക്ട്സിന്റെ റെവല്യൂഷനെ നമ്മൾ വൈറ്റ് റെവല്യൂഷൻ എന്നുമാണ് പറയുന്നതെന്നും ഇവിടെ ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിറ്റികൾച്ചർ ഈസ് ദ സയൻസ് ഓഫ് കൾട്ടിവേഷൻ ഓഫ്. എന്തിന്റെ കൾട്ടിവേഷനെയാണ് നമ്മൾ വിറ്റികൾച്ചർ എന്ന് പറയുന്നത്? സിൽക്ക് വോം, ഗ്രേപ്സ്, ഹണി ബീസ്, ആപ്പിൾസ്. ഏതാണ് നമ്മുടെ ഉത്തരം? ഗ്രേപ്സ് ആണ്, ഓപ്ഷൻ ബി. ഗ്രേപ്സിന്റെ കൾട്ടിവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിറ്റികൾച്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം സിൽക്ക് വേംസിന്റെ കൾച്ചറിനെ സെറികൾച്ചർ എന്നും ഹണി ബീയുടെ കൾച്ചറിനെ എപ്പികൾച്ചർ എന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ആപ്പിൾസ്? നമുക്കറിയാം ആപ്പിൾസിന്റെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ കൾട്ടിവേഷൻ നമ്മൾ ഹോർട്ടികൾച്ചറിലാണ് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. ഇതില് ആപ്പിൾസിന്റെ സ്പെസിഫൈ ആയിട്ട് പറയണമെങ്കിൽ അവരുടെ വളർത്തുന്നതിനെ നമ്മൾ പറയുന്നത് പോമോലോഗി എന്നാണ്. അപ്പൊ അതും ഒന്ന് എന്ത് ചെയ്യാം? ഓർത്ത് വെക്കുക. ഓപ്ഷൻസിൽ വന്നത് കൊണ്ട് ചിലപ്പോൾ നെക്സ്റ്റ് ഷിഫ്റ്റിൽ ഇത് വന്നുകൂടാന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സോ എന്താണ് പോമോലോഗി എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ മെഡിക്കൽ ടേം യൂസ്ഡ് ഫോർ സ്ലീപ്ലെസ്നെസ്. ഉറക്കമില്ലായ്മയ്ക്ക് നമുക്ക് മെഡിക്കലി പറയുന്ന ടേം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോമനാംബുലിസം, നാക്രോലെപ്പി, ലെപ്സി, ഇൻസോംനിയ, നൺ ഓഫ് ദി എബോ. എന്താണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ സി ആണ്. ഉറക്കമില്ലായ്മയെ പറയുന്ന മെഡിക്കലി പറയുന്ന ടേം ഇൻസോമിനിയ എന്നാണ്. എന്താണ് സോമനാംബുലിസം? നമുക്കറിയാം സ്ലീപ്പ് വാക്കിംഗ് എന്ന് പറയുന്ന ഉറക്കത്തിലേച്ച് നടക്കുന്ന സ്വഭാവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോമനാംബുലിസം എന്ന് പറയുന്നത്. എന്താണ് നാർക്കോലെപ്സി? ഇത് നമുക്ക് സഡൻ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ
പകൽ സമയത്തില് ഉറക്കം വരും, നമ്മൾ ഉറങ്ങിപ്പോകും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ നാർക്കോലെപ്സി എന്ന് പറയുന്നതെന്നും മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആൽഗെ ആർ യൂസ്ഫുൾ ഫോർ ഹ്യൂമൻ കൈൻഡ് ബിക്കോസ് നമ്മുടെ മനുഷ്യർക്ക് ആൽഗയുടെ ഭയങ്കര അല്ലെങ്കിൽ അവർ ഒരുപാട് ഉണ്ടാകുന്നതൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസസ് മോർ ഓക്സിജൻ, പ്രൊഡ്യൂസസ് മോർ കാർബൺ ഡൈ ഓക്സൈഡ്, റെഡ്യൂസസ് ഓക്സിജൻ ലെവൽ, നൺ ഓഫ് ദി എബോ. നമ്മുടെ ഉത്തരം വരേണ്ടത് നമ്മുടെ ആൽഗെ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. അവർ നമുക്ക് ആവശ്യത്തിലേറെ എന്ത് ചെയ്യുന്നു, ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. അതാണ് അവരുടെ ഗുണം അല്ലെങ്കിൽ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്ന യൂസ്ഫുൾ ആവുന്ന കാറ്റഗറിയാണ് ഈ ആൽഗേസ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൽക്കഹോൾ എഫക്ട്സ് വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിന്റെ ഏത് പാർട്ടിനെയാണ് ആൽക്കഹോൾ ബാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മെഡുല്ല ഒബ്ലാങ്കേറ്റ അല്ല, അത് സെറിബെല്ലം ആണ്. സെറിബൽ കോർട്ടക്സ് അല്ല, തലാമസ് അല്ല. നമുക്ക് മദ്യപിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം അടിക്കുമ്പോൾ ബെല്ലും ബ്രേക്കും കാണൂല എന്ന് പറയൂ അല്ലേടാ. അപ്പൊ ഈ ബെല്ലും ബ്രേക്കും ആ ബെല്ല് കണക്ട് ചെയ്ത് എന്ത് പറയണം, സെറിബെല്ലം ആണ് ആൽക്കഹോൾ ബാധിക്കുന്ന ബ്രെയിനിന്റെ പാർട്ട് എന്ന് പറയണം. ഓക്കെ, ഈ പറയുന്ന സെറിബ്രം ആണ് എന്ത് ഏറ്റവും വലിയ പാർട്ട് എന്ന് പറയുന്നത്. ആരാണ് ബ്രെയിനിന്റെ ഏറ്റവും വലിയ പാർട്ട് ഏതാണ്? അത് സെറിബ്രം ആണ്. സെറിബെല്ലം ആണ് ഈ പറഞ്ഞ ആൽക്കഹോളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കോർഡിനേഷനെ ബാധിക്കുന്ന പാർട്ട്, ബ്രെയിനിന്റെ പാർട്ട് എന്ന് പറയുന്നത് സെറിബെല്ലം ആണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് പ്രസന്റ് ഇൻ അവർ സ്കൾ. നമ്മുടെ സ്കള്ളിലെ എത്ര ബോൺസ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 14, 32, 22, 54. നമ്മുടെ ഉത്തരം 22 ആണ്. നമ്മുടെ സ്കള്ളില് മൊത്തം 22 ബോൺസ് ആണുള്ളത്. സ്കൾ എന്ന് എങ്ങനെ എഴുതണം? SKULL. അപ്പൊ ഇത് വെച്ചിട്ട് ഇതാ ഈ രണ്ട് ഉണ്ട് എന്ന് ആലോചിക്കും പോലെ 22 എന്ന് ഓർത്ത് വെക്കുക, തെറ്റിപ്പോകരുത്. ഈ 14 എന്തിനായിരിക്കും ഇവർ ഓപ്ഷനിൽ ഇട്ടിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ മുഖത്തുള്ള അസ്ഥികളുടെ എണ്ണമാണ് 14 എന്ന് പറയുന്നത്. ഫേഷ്യൽ ബോൺസിന്റെ എണ്ണം 14 ആണ്. എത്രയാണ്? 14 ആണെന്നും ഓർത്തിരിക്കുക. നമ്മുടെ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം എത്രയാണ്? അത് നമുക്ക് 206 എന്ന് അറിയാവുന്നതാണ് അല്ലേടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്നേക്ക് സ്മെൽസ് ത്രൂ. പാമ്പുകള് എവിടം കൊണ്ടിട്ടാണ് സ്മെല്ല് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പാമ്പുകൾ സ്മെല്ല് ചെയ്യുന്നത്? എവിടം കൊണ്ടിട്ടാണ്? നോസ്, ഇയർ, സ്കിന്ന്, ജേക്കബ്സൺസ് ഓർഗൻ. ജേക്കബ്സൺസ് എന്നും ജേക്കബ്സ് എന്നും ഒക്കെ പറയാറുണ്ട്. എന്താണ് നമ്മുടെ ഉത്തരം? മൂക്കില്ല. പാമ്പുകൾക്ക് എന്തില്ല? ശ്വസിക്കാൻ മൂക്കില്ല. ഇവിടെ ടങ്ക് തന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ കൃത്യം ആ ഓർഗൻ അല്ലെങ്കിൽ അങ്ങനെ ടങ്ക് എന്ന് പറഞ്ഞേനെ. ഇവിടെ വരുന്നത് ഓർഗൻ ആണ്. ഏതാണ്? ജേക്കബ്സൺ ഓർഗനിലൂടെയാണ് പാമ്പുകൾ സ്മെല്ല് തിരിച്ചറിയുന്നത്. നാക്ക് പുറത്തിട്ടുമ്പോ സമയത്ത് ഇതിന് എന്ത് കിട്ടുന്നു? ഈ സ്മെല്ല് കിട്ടുന്നു. ഇത് ഉള്ളിലേക്ക് നാക്ക് തിരിച്ച് വായ്ക്കകത്തേക്ക് ഇടുമ്പോൾ ഈ ഓർഗൻ ആണ് അത് ഡിറ്റക്ട് ചെയ്ത് സ്നേക്കിനെ അറിയിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ മെയിൻലി റിപ്പീറ്റ് ചെയ്തതും ഇനി വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഗ്രൂപ്പ് ഡിയുടെ ബയോളജി ക്ലാസ്സിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.